വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. ഡിസ്കസ് ചെയ്യാനുള്ളത് സ്പേഴ്സിനെ കുറിച്ചാണ്. തോമസ് ഫ്രാങ്കിന് ഈ സ്പേഴ്സിനെ നേരാക്കിയെടുക്കാൻ പറ്റുമോ? അതാണ് വലിയ ചോദ്യം. നേരാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തോമസ് ഫ്രാങ്ക് അത്യാവശ്യം പണി അറിയുന്ന തരത്തിലുള്ള ഒരു മാനേജറാണ്. നമ്മൾ നേരാക്കിയെടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവർ കഴിഞ്ഞ സീസണിൽ യൂറോപ്പ ലീഗ് അടിച്ചൊരു സൈഡാണ്. യൂറോപ്പ ലീഗ് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമില്ല. പ്രത്യേകിച്ചും സ്പേഴ്സ് ഒന്നും പോയി യൂറോപ്പ ലീഗ് അടിക്കും നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. സോ അങ്ങനത്തെ ഒരു വലിയ അച്ചീവ്മെൻ്റ് അവർ നേടി. പിന്നാലെ മാനേജറായിട്ടുള്ള ആൻഗെ പോസ്റ്റകഗ്ലൂവിനെ അവർ പുറത്താക്കി. ഒരുപാട് കാരണങ്ങളുണ്ട് അതിന്. ആള് എപ്പോഴും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും, ഡിഫെൻഡ് ചെയ്യൂല. ആ ഡിഫെൻഡ് ചെയ്യാത്ത പ്രശ്നം ഇവിടെ തോമസ് ഫ്രാങ്ക് പരിഹരിച്ചാൽ തന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ ഇവരത് സോർട്ടാവും എന്നുള്ളതാണ്. കഴിഞ്ഞൊരു സീസണിൽ സ്പേഴ്സ് ലീഗിൽ അടിച്ചിട്ടുള്ളത് 64 ഗോളുകളാണ്. ലീഗിൽ 17ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത സ്പേഴ്സ് അടിച്ചിട്ടുള്ളത് 64 ഗോളുകളാണ്. ലീഗിൽ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള ആഴ്സണൽ അടിച്ചിട്ടുള്ളത് 69 ഗോളുകളാണ്. എനിക്കൊന്ന് ചെൽസിയും ഏകദേശം ആ ഒരു നമ്പറിനടുത്ത് തന്നെയാണ് ഗോളുകളൊക്കെ അടിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ടോപ്പ് 10 ഈ 12, 13, 8, 7 ഒക്കെ നിൽക്കുന്ന ടീമുകൾ നോക്കുമ്പോൾ അവരൊക്കെ ഇത്ര ഗോളുകൾ അടിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവിടെ സ്പേഴ്സിന് പാളിയത്, സ്പേഴ്സ് 65 ഗോൾ അങ്ങോട്ട് കൺസീഡ് ചെയ്തു. 64 ഗോൾ അടിച്ചിട്ട് 65 ഗോൾ കൺസീഡ് ചെയ്തു. ആ ഒരു പ്രശ്നം അവർക്ക് പരിഹരിക്കണം. അപ്പം അതിനു വേണ്ടിയിട്ടാണ് അവർ ഡിഫൻസിലേക്ക് ഡെപ്ത് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഡാൻസോനൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും അവർ ടോപ്പ് സൈനിങ്ങുകൾ, സെൻട്രൽ ബാക്കുകളൊക്കെ ഇനിയും കൊണ്ടുവരേണ്ടി വരും. കാരണം കാര്യമൊന്നുമില്ല, എങ്ങനെ ആയിക്കഴിഞ്ഞാലും വാൻഡമിന് കുറച്ച് കഴിഞ്ഞ് ഇഞ്ചുറി വരാനുള്ള ചാൻസ് ഉണ്ട്. റൊമേരോൻ്റെ പിന്നെ പറയും വേണ്ട, റൊമേരോക്കും ഇഞ്ചുറി വരും. അപ്പോൾ ഈ രണ്ടാൾ പോയി കഴിഞ്ഞാൽ ഡിഫൻസിനെ താങ്ങി നിർത്താൻ പറ്റുന്ന പില്ലേഴ്സ് വേണം. അത് അവർ ഇനിയും സെറ്റാക്കേണ്ടതായിട്ട് വരും. എത്ര സെൻട്രൽ ബാക്കിനെ സ്പേഴ്സ് മേടിച്ച് കഴിഞ്ഞാലും കുറയൂല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ആ ഡിഫൻസ് സെക്യൂരിറ്റി അവിടെ ഉറപ്പ് വരുത്തണം. അറ്റാക്കിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ അവർ കുഡൂസിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുഡൂസൊക്കെ ടോപ്പ് പ്ലെയറാണ്. കുഡൂസൊക്കെ ടീമിനെ കാര്യമായിട്ട് എന്താ പറയുക, ആ ഒരു പുഷ് കൊടുക്കാൻ പറ്റുന്ന പ്ലെയറാണ്. അറിയാലോ, അത്യാവശ്യം നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്ലെയറാണ്. ഡിഫൻസിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. നമ്മൾ ചാനലിൽ കുഡൂസിനെ കുറിച്ച് ഇതിനു മുമ്പും ഒരുപാടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. സോ കുഡൂസിനെ കിട്ടിയത് അവർക്ക് എന്തായാലും വലിയൊരു കാര്യമായിട്ട് മാറി. ഇനിയും അവർ ഒരുപാട് സൈനിങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവരുടെ മറ്റൊരു കീ ടാർഗറ്റാണ് എബ്രേച്ചി എസ്സേക്ക് വേണ്ടിയിട്ട് അവർ ഏതറ്റം വരെയും പോകും. സോ ഇങ്ങനത്തെ സൈനിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ അവിടെ അത്യാവശ്യം തരക്കേടില്ലാത്ത പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പോൾ അവിടെ നമ്മുടെ ഡെജാൻ കുലിസേവ്സ്കി ഉണ്ട്, അവിടെ ബ്രാൻഡൻ ജോൺസൺ ഉണ്ട്. ഇങ്ങനത്തെ പ്ലേയേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഗോള് വീഴും. പക്ഷേ അവിടെ നിന്ന് സണ്ണ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ACL ഇഞ്ചുറി നിലവിൽ ജെയിംസ് മാഡിസണ് പറ്റിയിട്ടുണ്ട്. സോ ഇത് വലിയ നഷ്ടങ്ങളാണ്, ജെയിംസ് മാഡിസണിൻ്റെ ഇഞ്ചുറിയും സണ്ണിൻ്റെ ആ ഒരു പോക്കും. അപ്പം ഇതും അവർക്ക് നികത്തേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ഒരു വഴിക്ക് ചിലപ്പോൾ അവർ നികത്തി പോയേക്കാം. പക്ഷേ അപ്പോഴും പ്രശ്നം ഡിഫൻസാണ്. ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറേ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. കഴിഞ്ഞ കൊല്ലം അടിച്ച ആ ഒരു 64 ഗോളിൽ 16 ഗോളിലും സണ്ണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 1/4 ഓഫ് ഗോൾസിൽ സണ്ണിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ആ കോൺട്രിബ്യൂഷൻ നഷ്ടപ്പെട്ടു. അപ്പം അത് നികത്താൻ പറ്റുന്ന ഒരു പ്ലെയറായിട്ടാണ് അവർ എബ്രേച്ചി എസേനെ കണക്കാക്കിയിട്ടുള്ളത്. സോ എസെ വരേണ്ടതായിട്ടുണ്ട്. എസെ നല്ല ലൈൻ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന, സ്കോർ ചെയ്യാൻ പറ്റുന്ന നല്ല പ്ലെയറാണ് എസെ. സോ എസെ വരണം അവരെ സംബന്ധിച്ചിടത്തോളം. പിന്നെ സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, മാനേജറായിട്ടുള്ള തോമസ് ഫ്രാങ്ക് ബ്രെൻഫോർഡിൽ പ്രൂവ് ചെയ്തിട്ടുള്ള മാനേജറാണ്. അവിടെ ആൾ അത്യാവശ്യം പ്രാഗ്മാറ്റിക് ആയിട്ട് വേണമെങ്കിൽ കളിക്കാനും നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്ത് കളിക്കാനും എല്ലാത്തിനും പറ്റുന്ന തരത്തിലുള്ള ഒരു മാനേജറായിരുന്നു. സോ അതിവിടെ റിപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ സ്പേഴ്സിൻ്റെ സ്ട്രെങ്ത് വെച്ചിട്ട്, അവരുടെ സ്പേഴ്സിൻ്റെ പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി വെച്ചിട്ട്, അതുപോലെ തന്നെ ഇനിയിപ്പോൾ മാർക്കറ്റ് സ്റ്റിൽ ഓപ്പൺ ആണ്. കുറച്ചുകൂടെ പ്ലെയേഴ്സിനെ എത്തിച്ചിട്ട് ആ മാനേജറുടെ കേപ്പബിലിറ്റിയൊക്കെ വെച്ചിട്ട് അവർക്ക് ബാക്ക് ടു ഒരു ടോപ്പ് 8 ടോപ്പ് 6 എത്താൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ടഫാണ്, പക്ഷേ സ്പേഴ്സിൻ്റെ പ്ലെയേഴ്സിനൊക്കെ ക്വാളിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഡിഫൻസ് അവിടെ ആരോഗ്യത്തോടെ നിന്ന് കഴിഞ്ഞാൽ ഇവരുടെ ഡിഫൻസ് കുറച്ച് വിഷയം ഡിഫൻസാണ്. ക്രിസ്ത്യൻ റൊമേരോ, വാൻഡവൻ, ഇപ്പോൾ സ്പെൻസ് ഉണ്ട്. അവർ കഴിഞ്ഞ പ്രാവശ്യം ആർക്കിഗ്രാനൊക്കെ വെച്ചിട്ടാണ് ഡിഫൻസ് കളിച്ചത്. അതേപോലെ തന്നെ പെഡ്രോ പോറോ ഉണ്ട്. പിന്നെ ഇവർക്ക് അത്യാവശ്യം നല്ലൊരു ഗോൾ കീപ്പർ ഉണ്ട്, വിക്കാരിയോനെ പോലത്തെ ഒരു ഗോൾ കീപ്പർ ഉണ്ട്. അപ്പോൾ ഇവർ കുറച്ച് വീക്ക്നെസ്സുകളും ഉണ്ട്. സെറ്റ് പീസ് ഡിഫെൻഡിങ് പലപ്പോഴും സ്പേഴ്സിൻ്റെ ഒരു വീക്ക്നെസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സെറ്റ് പീസിലേക്ക് വരുന്ന സമയത്ത് വിസാരിയൊക്കെ നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്യുന്ന തരത്തിലുള്ളൊരു കീപ്പറാണ്. സോ അങ്ങനത്തെ ഫോൾട്ടുകളൊക്കെ പരിഹരിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ആ 17ാം സ്ഥാനത്തൊന്നും സ്പേഴ്സ് ഇരിക്കില്ല. സ്പേഴ്സ് നേരെ
ടോപ്പ് 10ൻ്റെ അപ്പുറത്തേക്ക് സിമ്പിളായിട്ട് എത്തുന്നതാണ് എൻ്റെ ഒരു ഫീലിംഗ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടീമുകളും കുറച്ച് ബലക്ഷയമായല്ലോ ഇപ്പം മിഡ് ടേബിളിൽ കിടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ബ്രെൻഫോർഡൊക്കെ ആണെങ്കിൽ തന്നെ ബ്രെൻഫോർഡ് എന്നുള്ള പ്ലേയേഴ്സിനൊക്കെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കൊണ്ട് പോയി. ഇപ്പം ബ്രെൻഫോർഡ് അത്ര നല്ല സിറ്റുവേഷനിലൊന്നുമല്ല. ബ്രെൻഫോർഡിൻ്റെ സ്ട്രെങ്ത് ഒക്കെ കുറഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ പല ടീമിൽ നിന്നും ടോപ്പ് പ്ലേയേഴ്സൊക്കെ പോകും. ഇപ്പോൾ എജെ എന്തായാലും സീസൺ അവസാനമാകുമ്പോഴത്തേനും ക്രിസ്റ്റൽ പാലസിൽ നിന്ന് പോകും. പല ടീമിൽ നിന്നും കീ പ്ലേയേഴ്സൊക്കെ പോവുകയാണ്. അപ്പോൾ സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മാനേജർ അണ്ടറിൽ വലിയ ഇഞ്ചുറി പ്രശ്നം വരാതിരുന്നു കഴിഞ്ഞാൽ കയറി മേലോട്ട് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ടഫായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, അപ്പം നോക്കാം സ്പേഴ്സ് എന്ത് ചെയ്യുന്നു. അതേപോലെ തന്നെ തോമസ് ഫ്രാങ്കിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.